ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് പറഞ്ഞ കംപ്ലയിൻറ്റ്. പിന്നെ വാട്ടർ സർവീസ് സമയം ഉണ്ടെങ്കിൽ വാഷിംഗ് കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ വർക്കിനായിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിലവിൽ കമ്പനി ലൈനറാണ്, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് അതിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു 90% ഉപയോഗിച്ച് കഴിഞ്ഞാണ് കേട്ടോ. നിസ്സാരം കൂടിയാണ് ഓടാനുള്ളൂ. അപ്പോൾ മാറേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈയോടെ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ടയറിൻ്റെ കംപ്ലയിൻ്റാണ് വെട്ടൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്, ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് അതേപോലെ വേരിയറ്റർ ബോഡി അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലച്ച് ഷോക്ക് ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങൊക്കെ ജനറൽ സർവീസിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. ചോക്ക് കേബിൾ ആക്സിലേറ്ററുകളൊക്കെ ചെക്ക് ചെയ്തു. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നിലവിലില്ല. മിസ്സിങ്ങോ ഓവർഫ്ലോ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാരണം കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് അഴിക്കാതെ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബുഷുകൾക്കൊന്നും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എന്നാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെട്ടലും കാണിക്കുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അതിൻ്റെ വലതുവശത്തെ ഭാഗം ടയറിൻ്റെ ഒരു വശം ഇച്ചിരി തേമാനം കൂടുതലുണ്ട്. അതിൻ്റെ ടയറിൻ്റെ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ വന്നതാണ്. ഇത് കോമൺ ആയിട്ട് നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള വണ്ടികൾക്ക് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു 90% തീർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടയർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇട്ട് ഞാൻ വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് മാറിക്കോളും. ഡിസ്കേ പാഡി വേണമെങ്കിൽ ഈ ടയർ നമുക്ക് ബാക്കിൽ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹോണ്ട ഈ ക്ലിപ്പൊക്കെ ഇവിടെ പൊട്ടിയോടെ ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിറയിൽ സൗണ്ട് ക്ലിയർ അല്ലാത്തത് അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ആംകോൻ്റെ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. അത്യാവശ്യം 12.9 കാണിക്കുന്നുണ്ട്. 8.5 വോൾട്ട് താഴേക്ക് ആയിട്ടുണ്ട് ബാറ്ററി കേട്ടോ. നിലവിൽ കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. 8.5 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റിൻ്റെ ബോർഡർ ലൈനാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, പുതിയ ഓയിലാണ്, മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം ഞാൻ ടയറും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഇടണേ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.